பிச்சை வாங்கி உண்ணும் வாழ்க்கை விற்று விற்ற போதிலும் അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ என்பதில்லை. പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചായിരുന്നു. വിനയത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുഖത്തിന് മുന്നേ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റേ ബിഗ് ബോസ് കിട്ടിയ ഒരു ഇടി അവന്റെ മുഖത്തിട്ട് കിട്ടും. അപ്പൊ തന്നെ അത് വേറെ വിഷയം. റോക്കി എനിക്ക് കുറച്ചാളൊക്കെ അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ പ്രധാനമായിട്ട് നാദിറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നാദിറെ ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ, നായികയല്ല നാദിറെ ഈ സിനിമയിൽ. ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം, അത് നാദിറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത്, നമ്മുടെ കോളല്ല, നാദിറയുടെ കോളാണത്. ഈ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ലേ, ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, ഞാനാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ല, അതിന്റെ കോൺഫിഡൻസ് ആണ്. റോക്കി അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുമ്പോഴേന്നല്ല. ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദിറയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ നാദിറയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദിറ ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദിറ നീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവും. ഒരു ഞാൻ നായകനാവാം, ഹീറോ ആവാൻ, നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റ് ആണ്. ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. സോ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നാദിറായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. ബ്രോ അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ, അവർ പറഞ്ഞോണ്ടേയിരിക്കും, പറയുന്നു എന്തും പറയട്ടെ, വേറെ എന്തെങ്കിലും. നാദിറയോട് അങ്ങനെ ചോദിച്ചപ്പം നാദിറയുടെ ഒരു മറുപടി എന്തായിരുന്നു? സിനിമ ചെയ്യാൻ നാദിറയുടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ അവരൊന്നും വലിയ കാര്യമായിട്ടുള്ള ആൾക്കാരാണ്. സത്യം അതിലതേ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരുപാട് ഇപ്പം നമ്മളെ കൂടെ ഒന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിറ. അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചை വാങ്ങി ഉണ്ണും வாழ்க்கை വിറ്റു വിറ്റ പോതിലും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛൻ என்பதில்லை. പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചായിരുന്നു, നമ്മുടെ ഒരു EV കണ്ടസ്റ്റന്റിനാണ്, അച്ഛനില്ല എന്ന് വെച്ചാൽ ഭയമില്ല അല്ലേ, ഭയമില്ല, പിച്ചை വാങ്ങി ഉണ്ണും வாழ்க்கை, വീട്ടുകാർ ചോറ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട്ട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിറകുകളുണ്ട് എല്ലാവർക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഇടാൻ വിങ്സ് ഉണ്ട്, എല്ലാവർക്കും പറക്കാനുള്ള പേടി, ആ ഭയം അരുണ് ഇല്ല അല്ലേ. സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ എത്ര പാടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചിട്ട്. അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു വേണ്ട, മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തറയിലിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങളും ഉണ്ടാവും, പുതിയ സിനിമകളും ഉണ്ടാവും, പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്. കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ. തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈവൻ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതില് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക്, ഇപ്പൊ ഈവൻ നമ്മൾ ചിന്തിക്കോ, നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത്. സോ
അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിപ്പുണ്ടല്ലേ. എല്ലാം വാർത്താ പ്രാധാന്യം നേടുക, എല്ലാം ഒരു വൈറലാവുക, വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിൻ്റെ ഉള്ളിൽ. വൈറൽ ചിന്താഗതി ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് പറയുന്നത് സത്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങളും പറയാം. നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ് അയാളെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നാദിരയെ പോലുള്ള ആൾക്കാരെ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ, അല്ല കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെ നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമല്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള വിചാരം അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയും നാദിർക്കെതിരെയും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഗത ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലോ. അപ്പൊ ഒരു നായകനാകുമ്പോൾ ഒരു ക്യാരക്ടറോട് ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കാം ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ചെയ്യുന്ന ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോട്. അങ്ങനെയല്ല, നിങ്ങളോട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി. സോറി. ഓക്കെ, ഓക്കെ, നിങ്ങളോട് എല്ലാവരോടെയും കൂടെ ഒരു സെൽഫി. ഓക്കെ, ഞാൻ ഇരിക്കാം. ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാബുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പലതും പറയട്ടെ, എന്തുവേണമെങ്കിലും പറയട്ടെ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് ഇത്രയും വിനയത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുഖത്തിന് മുന്നേ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റേ ബിഗ് ബോസ് കിട്ടിയ ഒരു ഇടി അവന്റെ മുഖത്തിട്ട് കിട്ടും. അപ്പം തന്നെ അത് വേറെ വിഷയം. കാരണം റോക്കി എനിക്ക് കുറച്ചാളൊക്കെ അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള മുഖത്ത് നോക്കി പറയും. അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളത് മാത്രമേ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്താനം പറയാൻ പാടുള്ളൂ. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ ബ്രോ ചോദിച്ച നാദിരയുടെ കാര്യം, നാദിര ഇവിടെ എത്തേണ്ടതായിരുന്നു. നാദിരയുടെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്നാണ് നാദിര എത്താൻ പറ്റാതെ പോയത്. നാദിര ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ സില്ലി ആയിട്ടാണ് എടുത്തത്. നാദിര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ലേ എന്ന് ചോദിച്ചു. അതിൽ കൂടുതലില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിൽ ലാലേട്ടൻ വയനാട്ടിൽ പോയതിന്റെ ഇഷ്യൂ അല്ലേ പറഞ്ഞല്ലേ, അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കമന്റ് ചെയ്തു. കുറച്ച് നേരത്തോളം ലാലേട്ടൻ അത് മാറ്റിയത് എങ്ങനെയാണെന്നറിയോ? ലാലേട്ടൻ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല. ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു. അത് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി കൊടുത്തപ്പോൾ ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ല. അത്രേ ഉള്ളൂ. പിന്നെ ആതിരയാണേലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണേലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും. ലാലേട്ടനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. റോക്കിയെ പറഞ്ഞുകൊണ്ട് പറയാണ്, ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കി അച്ഛൻ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളും കൂടിയാണ്, ബിസിനസ് എന്റർപ്രണറാണ്. അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുണ്ട്,
റോക്കിയുടെ പണം കണ്ടുകൊണ്ട് അതപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ. കാരണം റോക്കിയെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി ട്രോള് വന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ. നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ, ആശ്വാസം എന്നാണ്. കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനായിരുന്നെങ്കിൽ എനിക്കൊന്നും ലെജൻഡ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പോലും തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാനത് തയ്യാറാണ്, നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും, ഇനി ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആക്ടിങ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അക്കാര്യത്തിൽ അദ്ദേഹത്തിനൊരു താങ്ക്സ്. കാരണം അതിന് വിലപ്പെട്ട സമയം, ഒരു ബിസിനസ് മാനാണ്, അത് വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാലു എന്നാണ്, ബാലു എസ് നായർ എന്നാണ് പേര്. ഒരു 2006 ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് കലാഭവൻ ഷാജോൺ ഡയറക്ട് ചെയ്തൊരു സീരിയലിലൂടെ അഭിനയിച്ച് വന്നതാണ്. ഇപ്പോൾ ഒരു 10-18 വർഷമാകുന്നു അത് അങ്ങനെ പോകുന്നു. സീരിയൽസ്, വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, കവർ സോങ്സ്, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലും പിന്നണിയിലും നമ്മൾ പല രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമയുടെ സാരഥിയായിട്ട്, ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഫസ്റ്റാണ് ഇപ്പം ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അതെൻ്റെ ഡെബ്യൂട്ട് മൂവിയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം ഇത്രയും ആളുകളും എൻ്റെ ടീമും കൂടെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, എൻ്റെ മെന്റർ കലാഭവൻ ഷാജോൺ ആണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ മെത്തേഡ് കണ്ടിട്ടാണ് എനിക്കും ഡയറക്ടറാണെന്ന് തോന്നിയത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ടീം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിന് നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളിപ്പം ഇത്രയും വലിയൊരു കലാമിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പം ഇതുപോലൊരു പ്രസ് മീറ്റ് കവർ ചെയ്യാൻ എത്തിയ നിങ്ങളോടും എൻ്റെ ടീമിനോടും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്യുന്നത്. ബാബു എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ആക്ടറും കൂടാണ്. ഞാൻ ഇതിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറെന്റ് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എങ്കിൽ നമ്മൾ കണ്ട് പരിചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റലാണ്. ഇത്ര അത്യാവശ്യപ്പെട്ട് നമ്മളിങ്ങനെ ഒരു പ്രസ് മീറ്റ് നമ്മൾ തുടങ്ങിയതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. പൂജ ലേമറഡിയിൽ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ നടത്തിയപ്പോൾ റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോക്കി എന്നൊക്കെ പറയുന്നത് എൻ്റെ സുഹൃത്തും കൂടാണ്. അതുപോലെ തന്നെ നാദിറ, എൻ്റെ മറ്റൊരു സുഹൃത്താണ്, നിങ്ങൾക്ക് അറിയാം, നാദിറ മെഹർ, ബിഗ് ബോസ് ഫെയിം. നാദിറ എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല. കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ച് പേർ, ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും കുറച്ച് പേര് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങളായിട്ട് ഇതുവരെ എങ്ങും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽസും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നദിറും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ 2-3 തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, ദ പ്ലാൻ ബി അല്ല, പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ലവ് പോലുള്ള സിനിമകൾ, ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. അപ്പം ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങളും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത്, ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ. അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി. കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പേരുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങളത് ദ പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നാണ് നമ്മളതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ലോഗോയിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ. പക്ഷെ ഇതറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ, പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാവുന്നു, അതുപോലെ നാദിറയാണ് നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോക്കിയും ചിലപ്പോൾ ഇതിൽ നായകനായിരിക്കാം, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോക്കിയും നായകനായിരിക്കാം. പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ, അതിനെ അഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് ആണ്, ഇതിനകത്ത് മുഴുവൻ ആ കമന്റ്സ് ആണ്. അതെ, ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയെയും അതുപോലെ തന്നെ നാദിറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട്. അത് കൂടാതെ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ വരച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നാദിറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നാദിറ ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ, നായികയല്ല നാദിറ ഈ സിനിമയിൽ. നാദിറ ഈ സിനിമയിലെ നായികയല്ല. ഒന്ന്, ഇനി ആണെങ്കിൽ തന്നെ നാദിറ നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും കൂടെ പ്രിന്റ് എടുത്ത് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം, അത് നാദിറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത്, നമ്മുടെ കോളല്ല, നാദിറയുടെ കോളാണത്. നാദിറ ചിലർക്കെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നാദിറയുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നാദിറ കുറച്ചു പേർക്കെതിരെ കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ആർക്കും കംപ്ലൈൻസ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. നാദിറ ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഓഡിയൻസിനോട് ചോദിക്കാനുള്ളത്. അപ്പോൾ മീഡിയ വളരെ എന്താ പറയുക, ലൈറ്റായിട്ട് എടുത്തുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. മീഡിയ നമുക്കൊരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാദിറ നായികയാവുന്നു അല്ലെങ്കിൽ റോക്കി നായകനാവുന്നു, റോക്കിയുടെ ആദ്യ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തേക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡീസ് ആണ്. ശശി പന്നലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് നാദിറയ്ക്കെതിരായിട്ട്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദിറ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല, ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ്, അതായത് ദ പ്ലാൻ ബാലു എൻ്റെ പേരിലാണ്, എൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. രണ്ട്, റോക്കിയും നാദിറയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ്. അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും. പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ലേ, ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, ഞാനാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. രണ്ട്, ഇപ്പം റോക്കി അല്ലെ നാദിറ ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം ഇവര് ഈ ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് രാമേശ്വരൻ എസ്കേപ്പ് ആയി, രാമേശ്വരനെ ആദ്യപാടെ വന്ന് ശ്രദ്ധിച്ചില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്വപ്നത്തിന്റെ നിറമുള്ള സ്വപ്നത്തിന് പേര് ഇട്ടിട്ടുണ്ട്. ആ പേര് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിലേക്ക് കിടക്കാറോ അല്ലേ? നല്ലൊരു സിനിമ വരട്ടെ. താങ്ക് യു. അപ്പം ഇത് കുറെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്, താങ്കളുടെ ചിത്രമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഏതാണ് ജോണർ? ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലാണ് ആ പോസ്റ്റർ തന്നെ എടുത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ജോണർ, ഇങ്ങനെ ഒരു ചിത്രം എടുക്കാറുള്ളത്? അത്രത്തോളം കോൺഫിഡന്റ് ആണ് താങ്കൾ? വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ തന്നെയാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന പേരിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമയിൽ, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞു വെച്ചാൽ ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ, ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ മലയാളത്തിൽ നമുക്കറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല.
കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അല്ല അതിന് ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞിട്ട് വരാം. ഒന്ന്, എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ്. നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ടീമും എന്നിൽ നല്ല കോൺഫിഡന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, വിശ്വാസമുണ്ട്, ഉറപ്പാണ്. സിനിമ ഇത്ര എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, എത്രത്തോളം വലിയ വിജയമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേവദൂതൻ 24 വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല. ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത്. ഇപ്പൊ അറിയാലോ, കണ്ടില്ലേ, ഡെഡ്പൂളിനെയും കാട്ടിലും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെഡ്പൂളിനെക്കാട്ടിലും, അതുപോലെ തന്നെ ധനുഷിന്റെ 50th മൂവി ഉണ്ടായിരുന്നിട്ട് അതിനേക്കാട്ടിലും കളക്ഷൻ ദേവദൂതൻ ബാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര 24 വർഷങ്ങൾക്ക് ശേഷം. അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് വിജയത്തിനെ പരാജയത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. പിന്നെ പോസ്റ്ററിന്റെ കാര്യം ബ്രോ ചോദിച്ചതിൽ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പ്രത്യേക മതവിഭാഗത്തിനെ ബന്ധപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ആ ഒരു ക്രോസ് സിമ്പൽ, ഒരു ഹോളി ക്രോസ് ഒരു ന്യൂഡ് ബോഡിയിൽ വന്നതായിരിക്കാം ബ്രോയ്ക്ക് അങ്ങനെ ചോദിക്കാൻ കാരണമായത്. അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നമ്മളൊരു പ്രത്യേക മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കുരിശു വന്നുകൊണ്ടാണ് കേട്ടോ ക്രൂശിക്കാൻ എന്നുള്ള വാക്ക് കയറി വന്നത്. ഇല്ല, ആന്റി ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നുമില്ല. നമ്മൾ ഇല്ലുമിനാറ്റി അല്ല. പക്ഷെ നമുക്കും സംസാരിക്കാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മളൊരു മതത്തിനെ തൊട്ട് കളിക്കുന്ന ഇച്ചിരി സെൻസിറ്റീവ് ആണ്. പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവത്തുള്ളൂ. കേരളീയർക്ക് അതിനുള്ള ധൈര്യമുള്ളൂ. കാരണം കേരളത്തിൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്ക് കരുതുന്നു. എനിക്കറിയില്ല ഓഡിയൻസിന്റെ ഞങ്ങളുടെ ടീമിന്റെ നേരത്തെ പറഞ്ഞ ടീമിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ നായകന്മാരുടെ ഗ്ലാമർ ഒന്നും നോക്കണ്ട, സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ CM ജോർജ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അദ്ദേഹത്തിന്റെ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം, ഇദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ സക്കറിയ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേഷം. ഇവർ രണ്ടുപേരും ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ഒപ്പത്തിന് തോളോട് നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഞങ്ങള് ക്രിസ്തീയ മതത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അത് വ്രണപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല. അത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ്. എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പം. ആദ്യം ഞങ്ങളും ബാലുവിനോട് ചോദിച്ചു, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബാലുവിന്റെ ബാക്കിൽ ഒരു നായര് കണ്ടിട്ടാണെങ്കിൽ അത് ചിന്തിക്കണ്ട. അതെ, ഇനി സംവിധായകൻ ബാലുവാസ് നായരായതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായും ആദ്യം സ്ക്രിപ്റ്റ് ബാലു എന്നോട് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ തന്നെ സത്യത്തില് ഈ കഥ എന്താണെന്നോ സിനിമയുടെ കുറച്ച് ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ്. ഇനിയിപ്പോ അടുത്തൊരു സോങ് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പ്രോഗ്രസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞങ്ങളുടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, അതേ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ക്യാമിയോ ആയിട്ട് വരുന്ന ആരാണെന്ന് പോലും ഞങ്ങൾ റിവീൽ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് റിവീൽ ചെയ്യുന്നൊരു സമയമാകുമ്പോൾ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതൊരു
വലിയ ജേർണിയാണല്ലോ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്, ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ നമ്മളോട് ഉണ്ടല്ലോ, അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുന്ന ഞാൻ കരുതുന്നു. ഡയറക്ടറിന്റെ അടുത്താണ് ഇവര് പിന്നെ എന്തുകൊണ്ടാണ് നായകനെ നായികയാക്കാണ്ടിരുന്നത്? ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചിട്ടല്ലേ അപ്പോ ഒന്നുകൂടി ചോദിക്കും, ഗുഡ് ഫ്രൈഡേ ആ പോസ്റ്ററിലെ ആ ഗുഡ് ഫ്രൈഡേ എന്നുള്ള അതൊരു എന്താ പറയാ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു ഡേ ആണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ച് കാണുമ്പോൾ എന്തായാലും ആദ്യം പൂജക്ക് ഉണ്ടായ അതേ ഒരു നെഗറ്റിവിറ്റി അതേ ഒരു ഇത് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് പുറത്തിറങ്ങിയ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ കരുതിക്കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ആദ്യം തന്നെ ഇറക്കിയത്? ആദ്യം ചോദിച്ചതിൽ ഉത്തരം പറയാം. റോക്കിയും നാദിറ എന്തുകൊണ്ട് നായികയും നായകനുമായില്ല എന്ന് വെച്ചാൽ, ചിലപ്പോൾ നാളെ ഞാൻ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ റിസൾട്ട് പോലും ഇരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അതിൽ നാദിറ ആപ്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നായികയായിട്ട് വെക്കാൻ ആപ്റ്റാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാദിറ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായകൻ കോൺസെപ്റ്റ് അല്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ്. അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവര് നായിക ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് പറയാനും പറ്റില്ല, ആണെന്ന് പറയാനും പറ്റില്ല. ഒരു പക്ഷെ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ, നാദിറ ആയിരിക്കാം നായിക. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂ ഔട്ട് ദ മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ല എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാളെ ഞാൻ വേറൊരു പടം എടുക്കുന്ന സമയത്ത് നായികയെ നോക്കുന്ന സമയത്ത് നാദിറ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എനിക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാദിറ ചിലപ്പോൾ നായികയായി വന്നേക്കാം. റോക്കി പറഞ്ഞ പോലെ റോക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം, പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവെള്ളി എല്ലാവർക്കും അറിയാം. നമ്മുടെ കഥയിൽ ദുഃഖവെള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പം നമ്മുടെ ത്രില്ലർ ജോണറാണ് പടം. അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ പുറത്താവുന്നിടം വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ്. പക്ഷെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ. അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയ കൂട്ടത്തിൽ വളരെ ക്യാച്ചി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഞാനപ്പോൾ അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു. അവർ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനെയൊക്കെ അത്ര സില്ലിയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സെൻസ് ഉള്ളവരുമാണ്. നമ്മളിപ്പോ ഈ കുറച്ചാൾ മുമ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാവരും കണ്ടതാണ്, ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ബാലുസ് നായറിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്യഭാഷ നായിക എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്? ഈ ഒരു പോസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. മലയാളി നടിമാരെ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യാതിരുന്നത്? ദുൽഖറിന്റെ കൂടെയൊക്കെ അഭിനയിച്ചത് അതുകൊണ്ടാണോ? എങ്ങനെയാണ്? അല്ലല്ല, അതങ്ങനല്ല. അതായത് ഡോണ എന്റെ ഫ്രണ്ടാണ്. എനിക്ക് ഡോണ ഒരു 2-3 വർഷമായിട്ട് പരിചയമുള്ളതാണ്. അത് മാത്രമല്ല, ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല. ഒരു മലയാളം സംസാരിക്കാത്ത, മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്യഭാഷ നടി വന്നാൽ നന്നാവുമെന്ന് തോന്നി. ഡോണ നല്ലൊരു പെർഫോമറാണ്. നമ്മൾ കാർബൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമറും കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിലി ആക്സസിബിൾ ആയിരുന്നു ഡോണ. കാരണം എന്റെ ഫ്രണ്ടാണ്, എനിക്ക് ആക്സസിബിൾ ആയിരുന്നു. ഞാൻ ഡോണ എടുത്ത് സ്റ്റോറി ഷെയർ ചെയ്തു. ഡോണയ്ക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഡോണയെ കാസ്റ്റ് ചെയ്ത. അതെല്ലാം നമ്മൾ ദുൽഖറുമായിട്ട് ബന്ധപ്പെട്ട് ഡോണയെ കാസ്റ്റ് ചെയ്തതല്ല. നമുക്ക് ഡോണയോട് വേണമെങ്കിൽ ചോദിക്കാം. How excited are you doing in Bollywood? You have acted in Bollywood. Yeah. Bollywood is really fun, you know. Yeah. How excited are you to be part of this? Very excited because there's no doubt about it that everybody knows that I think Malayalam industry makes some of the best films that India produces. Like definitely, by far, we all are aware, and every actor in this country
every actor who wants to do good films, good content, definitely wants to work in the Malayalam industry. There's no doubt about it. So I'm very excited, and Balu and I connected long back for another project, but I know that Balu is somebody who is very passionate about making films. So he wants to make good cinema. So actors like me always want to work with people who are very passionate about making good cinema. So I'm very excited. I love the story he narrated, and I was on board immediately. So What yeah. made you to do this film? Is that the character or the crew? Sorry. What made you to sign this film? Is that the character or the crew? All of it. When you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said, when we do a project, it's very essential. We spend a lot of time together. It's very essential that when we work with a good crew, we also get to learn a lot. Our work becomes better. So in order to do my job in the best possible way, I need a very good team around me. They help me make my job easier. So everything. നമുക്കിവിടെ ഒരുപാട് ചോദ്യങ്ങൾ പോസ്റ്ററിലെ ആ ഒരു പ്രത്യേക റിലീജിയനെ കുറിച്ചായിരുന്നു. സോ എനിക്കൊരു ചെറിയൊരു കാര്യം മാത്രം അതിൽ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. മേ ബി മോർ ക്വസ്റ്റ്യൻസ് ഇതിന് ശേഷം വന്നേക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നേക്കാം. സോ അതിനെല്ലാം ബന്ധപ്പെടുത്തി പറയാനാണ്. അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഒരു ഫാമിലി ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മതങ്ങളോ ജാതിയോ വ്യത്യാസം ഒന്നും തന്നെയില്ല. പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ഗുഡ് ഫ്രൈഡേ എന്നുള്ള പേര്, അതുപോലെ അതിലുള്ള ക്രോസ്, ഇത് രണ്ടുമാണ് വിഷയമായിരിക്കുന്നതെങ്കിൽ ഈ ക്രോസിന് മുമ്പ് ഉണ്ടായിരുന്നത് അതൊരു ശിക്ഷാരൂപമായിരുന്നു. അതായത് കുരിശിൽ തറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന രീതി, കഴുമരം പോലുള്ള ഒരു രീതിയായിട്ടായിരുന്നു കുരിശിനെ കണ്ടിരുന്നത്. പക്ഷെ അത് രക്ഷാരൂപമാവുന്നത്, അതൊരു സേവ് ചെയ്യുന്ന ഒരു ഇതായി മാറുന്നത്, അല്ലെങ്കിൽ രക്ഷകനായി മാറുന്നത് ആ ഒരു ദിവസമായിരുന്നു. ഗുഡ് ഫ്രൈഡേ ആയിരുന്നു, ക്രൂശിക്കപ്പെട്ട ആ ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് നെഗറ്റീവായിട്ട് ഇതിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. കാരണം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുഡ് ഫ്രൈഡേ ആണ്, ക്രോസ് ആണ്. സോ ആ ദിവസമാണ് അത് അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് അതിൽ നെഗറ്റീവായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ വാസ്തവത്തിൽ അത്ഭുതമാണ് തോന്നിയത്. എന്തായാലും എനിക്ക് ആ ക്രോസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം പങ്കുവച്ചു എന്ന് മാത്രം. ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ആ ഇൻസിഡന്റിന് ശേഷം ഒരുപാട് കേരളം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കലാകാരൻ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ടെന്നുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഒരു കലാകാരനാണ് താങ്കൾ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? ഈ സിനിമയിൽ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുകയാണ്. എന്നിവിടെ ആദ്യമായി വന്നത് രാജേട്ടൻ മുഖേനയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ പ്രതിഭ ട്യൂട്ടോറിയൽസിലെ ചെറിയൊരു കഥാപാത്രം നമ്മുടെ ഇൻസിഡൻറ്റ് വരുന്നതിന് മുമ്പൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ബാലുവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുപ്പം തോന്നി. കാരണം ഞാൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. നല്ലൊരു നർത്തകൻ കൂടിയാണ് നമ്മുടെ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചപ്പോൾ കൂടുതൽ ആത്മബന്ധം വന്നു. ഇപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു മുഖ്യ അതിഥി എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനിമയുടെ ഭാഗമാണോ എന്നുള്ളത് പിന്നീട് അറിയാനേ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ തന്ന വലിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഓരോ ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോഴും എല്ലാവരുടെ സ്നേഹത്തോടു കൂടി ഉള്ള സ്വീകരണങ്ങളും, ഏത് സ്ഥലത്ത് പോയാലും ഒരു സഹോദരനെ പോലെ മകനെ പോലെ എല്ലാവരും എന്നെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിന്തുണ എന്നും ഉണ്ടാവും. പിന്നെ കലാകാരനാണ്. അപ്പം കല എന്ന് പറയുമ്പോൾ, നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ ഭാവത്തിന് പ്രാധാന്യമുണ്ട്. ഭാവം അഭിനയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സിനിമ നേരത്തെ നിങ്ങൾക്കറിയാം, ഒരു 5 സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തും തുടരണം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നു പോകും. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സോഷ്യൽ മീഡിയകളിൽ ആരൊന്നും പേര് പോലും വെളിപ്പെടുത്താതെ വെറുതെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റുകൾ ഇട്ട് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന, അത് ശരിയാണ് നടപടി വിശ്വസിക്കുന്നുണ്ടോ? ഇതേപോലെ കമ്മ്യൂണിറ്റിയെ തന്നെ ഇപ്പോഴും ഇത്ര സൊസൈറ്റി വളർന്നാൽ പോലും ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ടെന്ന് ആ ഒരു എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രവണതയാണ്. അതിപ്പോ ആ സൊസൈറ്റി മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി ഇല്ല. ഇപ്പോൾ
നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം. വലിയൊരു വേദിയിൽ കുറച്ചുകൂടെ ആഘോഷമായിട്ട് അനൗൺസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആ ഒരു ആഘോഷം ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ആ ആഘോഷം നടത്താനായി തീരുമാനിച്ചിരുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് ഒരു തുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്ന് ഇവിടെ വെച്ച് ഞങ്ങളുടെ ടീം ഡിവൈഎസ്പി വേണുഗോപാൽ സാറിന് ഞങ്ങളത് ഇവിടെ വെച്ച് ഹാൻഡ് ഓവർ ചെയ്യും. അദ്ദേഹം അത് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കും. നമ്മൾ അതിനൊരു 1 lakhന്റെ ചെക്ക് നമ്മൾ ഇവിടെ വെച്ച് ഇപ്പൊ അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ്. ഞങ്ങളുടെ ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള അരുണ് ശ്രീ വേണുഗോപാൽ സാർ മെന്റർ കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മളുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ 1 ലക്ഷം രൂപ കൈമാറുകയാണ്.